നമസ്കാരം. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷ പ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് അംഗീകരിച്ചിട്ടില്ല എന്നതാണ് യമൻ എംബസി ഔദ്യോഗികമായി ഇപ്പോൾ അറിയിക്കുന്നത്. ഇതോടെ നിമിഷ പ്രിയയുടെ വധശിക്ഷ രാഷ്ട്രപതി തള്ളിയിരിക്കുകയാണ്. എന്നാൽ ജയിൽ മോചിതയാകാൻ നിമിഷയ്ക്ക് കഴിയില്ല. പകരം വധശിക്ഷ അതിലൊരു കുറവ് വരുത്തി അതിനെ ജീവപര്യന്ത ശിക്ഷയായിട്ട് ചുരുക്കും. വധശിക്ഷ ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിലാണ് അംഗീകാരം നൽകിയതെന്നും ഹൂതി നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണ് കുറ്റകൃത്യം നടന്നതെന്നും ദില്ലിയിലെ യമൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ യമൻ പ്രസിഡന്റ് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയെന്നാണ് പുറത്തു വന്ന വിവരം. അതാണ് ഇപ്പോൾ തള്ളിക്കൊണ്ട് യമൻ എംബസി തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതേസമയം നിമിഷ പ്രിയയുടെ മോചനത്തിൽ പോസിറ്റീവായ ചില സൂചനകൾ ഉണ്ടെന്ന് യമനിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ സാമുൽ ജെറോം പ്രതികരിച്ചിരുന്നു. മധ്യസ്ഥ ചർച്ചകൾ പോലും ഇനിയും തുടങ്ങാത്തതിനാൽ മോചനം യാഥാർത്ഥ്യം ആവണമെങ്കിൽ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നാണ് സാമുൽ ജെറോം പറഞ്ഞിരിക്കുന്നത്. ദയാധനം അടക്കമുള്ള കാര്യങ്ങളിൽ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹീദിയുടെ കുടുംബം ഒത്തുതീർപ്പിലേക്ക് എത്താൻ തയ്യാറാവാത്തതോടെയാണ് നിമിഷ പ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്ന കാര്യം യമൻ പ്രസിഡന്റ് തള്ളിയത്. നിമിഷ പ്രിയയുടെ മോചനത്തിൽ മാനുഷിക പരിഗണനയിൽ ഇടപെടൽ നടത്താൻ തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചതോടെയാണ് വീണ്ടും പ്രതീക്ഷയിലാണ് കുടുംബം. ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് ഇറാന്റെ മുതിർന്ന വിദേശകാര്യ ഉദ്യോഗസ്ഥൻ നിമിഷ പ്രിയയുടെ മോചനത്തിന് ഇടപെടൽ നടത്താമെന്ന ഒരു ഉറപ്പ് മോദിക്കും അമിത്ഷായ്ക്കും അജിത് ഡോവലിനും നൽകിയത്. യമനും ഇറാനും നല്ല ബന്ധത്തിനായതിനാൽ മാനുഷിക ഇടപെടൽ നടത്താനാകുമെന്നാണ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിരിക്കുന്നത്. യമൻ ഭരണകൂടവുമായി ചർച്ചകൾ നടത്താനുള്ള സാധ്യത ഇറാൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ഇന്ന് നടക്കുന്ന വിദേശകാര്യ മന്ത്രിയുടെ കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. മലയാളി നേഴ്സ് നിമിഷ പ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് ഡോക്ടർ റാഷിദ് അൽ അലിമി അംഗീകരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി യമൻ എംബസി ഒരു റിപ്പോർട്ട് ഇന്നലെയും പുറത്തുവിട്ടിരുന്നു. നിമിഷ പ്രിയയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് റിപ്പബ്ലിക് ഓഫ് യമന്റെ ഇന്ത്യയിലെ എംബസി ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണമായ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. നിമിഷ പ്രിയയുടെ കേസ് നടന്നത് ഹൂതി നിയന്ത്രണത്തിലുള്ള ഒരു മേഖലയിലാണ്. കേസ് കൈകാര്യം ചെയ്യുന്നതും ഹൂതികളാണ്. അതേസമയം യമൻ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലിന്റെ ചെയർമാനായ ഡോക്ടർ റാഷിദ് അൽ അലീമി ഇതുവരെ വധശിക്ഷ അംഗീകരിച്ചിട്ടില്ലെന്നും യമൻ എംബസി പുറത്തിറക്കിയ ഔദ്യോഗികമായ ആ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. എങ്ങനെയാണ് നിമിഷ പ്രിയ ജയിലില് യമനിലെ ജയിലിൽ അകപ്പെട്ടത് എന്ന കേസ് നമുക്കൊന്ന് നോക്കിയാൽ, പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷ പ്രിയ വധശിക്ഷ കാത്ത് യമനിലെ ജയിലിൽ ഇപ്പോഴും കഴിയുകയാണ്. യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദി കൊല്ലപ്പെട്ട കേസിലാണ് കോടതി നിമിഷയെ ശിക്ഷിച്ചത്. നിമിഷ പ്രിയ തലാലിന്റെ ഭാര്യയാണെന്നതിന്റെ യമനിൽ രേഖകളുണ്ട്. എന്നാൽ അത് അവിടെ ക്ലിനിക്ക് തുടങ്ങുന്നതിനുള്ള ലൈസൻസ് സംഘടിപ്പിക്കാൻ തയ്യാറാക്കിയ താത്കാലിക രേഖ ആണെന്ന് മാത്രമാണ് നിമിഷയുടെ വാദം. മാത്രമല്ല തലാൽ തന്നെ ഉപദ്രവിച്ചതായും നിമിഷ വെളിപ്പെടുത്തിയിരുന്നു.